എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് 40ാമത്തെ ദിവസം ഭഗവത് അനുഗ്രഹത്താൽ എത്തിയിരിക്കുന്നു. 6ാം അധ്യായത്തിലെ 93 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ധൃതിമോൾ ആണ്. ധൃതി നായർ, ധൃതിമോൾ. ധൃതിമോൾ മഠത്തിന്റെ ഏറ്റവും അഭിമാനമാണ്. ഒരുപാട് സമ്മാനങ്ങള് ഗീതാ ചാൻഡിങ്ങിനും അതുപോലെയുള്ള സംസ്കൃത ശ്ലോകങ്ങളിലും എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള നമ്മുടെ പുരാണവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള എല്ലാ കാര്യങ്ങളിലും, സ്കൂളുകളിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും ചിന്മയ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും എല്ലാ സ്ഥലങ്ങളിലും സമ്മാനം കിട്ടുകയും ചെയ്ത് ഒറ്റുപിടിക്കുകയാണ്. അതുകൂടാതെ ശ്രീരുദ്രമൊക്കെ വളരെ നന്നായിട്ട് ജപിക്കും. ഇപ്പോ കഴിഞ്ഞ ശിവരാത്രിക്ക് സാധാരണ ഞങ്ങള് കുറച്ച് വലിയ ആൾക്കാർ എല്ലാ ശിവരാത്രിക്കും ഇവിടെ ഓണന്തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അമ്പലത്തില് ശിവരാത്രിക്ക് ജപിക്കാൻ പോകാറുണ്ട് വെളുപ്പിനെ. അപ്പോ നമ്മുടെ ഈ കുഞ്ഞും അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടെ എവിടെ ജപം ഉണ്ടെങ്കിലും അവിടെയൊക്കെ വരും. അങ്ങനെ ഈ മോളും അവിടെ വന്നപ്പോ അവിടെ നമ്മുടെ കൂടെ ഇരുന്ന് ജപിക്കാൻ പറഞ്ഞു. കുഞ്ഞും കൂടെ ഇരുന്ന് ജപിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ പുട്ടപ്പുറത്തിലായിരുന്നുകൊണ്ട് അവിചാരിതമായിട്ട് മറ്റുള്ളവർക്കും വരാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റിയില്ല. ഇവര് അവിടെ എത്തുകയും ചെയ്തു. അപ്പൊ ആ തിരുമേനിക്ക് കുഞ്ഞിനെ അറിയാവുന്നതുകൊണ്ട് മോള് ജപിക്കാവോ ചോദിച്ചു. അപ്പോ ഇവള് ജപിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ എങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു വളരെ നന്നായി, ചെയ്യേണ്ടത് തന്നെയാണ്, വളരെ നന്നായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം അവര് ഈ കുഞ്ഞിനെ നേരത്തെ വിളിച്ചു. ഇപ്പോ വരുന്ന ശിവരാത്രിക്ക് മോളുകുട്ടി വന്ന് ഇവിടെ രുദ്രൻ ജപിക്കണം എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ സ്വാമിയാർ മഠത്തിന് എന്ത് അഭിമാനമാണ് ഉണ്ടാകാനുള്ളത്. അപ്പോ അവർ ഉടനെ വിളിച്ചു, സാറേ ഞാൻ എങ്ങനെ ഇവര് വിളിക്കുന്നു, എങ്ങനെയാ സാറേ പോകാവോ, എങ്ങനെയാ? ഞാൻ പറഞ്ഞു പിന്നെ ഒരു സംശയമില്ല, പോണം. നന്നായിട്ട് ജപിക്കുന്നുണ്ട് മോളുകുട്ടി, നന്നായിട്ട് ജപിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് ഒരു കാര്യമല്ല, ഇങ്ങനെ പലതുണ്ട്. ഇപ്പോ അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തില് 4 ദിവസം കൊണ്ട് സമ്പൂർണ്ണ ഭഗവത്ഗീത ശ്ലോക പാരായണം. കുഞ്ഞാണ് രാവിലെ തൊട്ട് ജപിക്കുന്നത്. 1.5 മണിക്കൂർ ഡെയിലി രാവിലെ പുസ്തകം നോക്കി ജപിക്കും. ഇപ്പോ ഏതാണ്ട് കുറെ ശ്ലോകങ്ങളായി. ഇപ്പൊ എന്നെ വിളിച്ചപ്പോ പറഞ്ഞതാ. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും കൊണ്ടുപോകും. എല്ലാം എവിടെയാണെങ്കിലും കൊണ്ടുപോകും. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ്. ഇതുകൂടാതെ ഡാൻസ് കളിക്കും. ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. നന്നായിട്ട് ഡാൻസ് കളിക്കും. ആളിത്തിരി കുറവാണ്. അപ്പോ പന്ത് ചാടുന്ന പോലെ ചാടുന്ന, എന്തായാലും ഭയങ്കര ഭംഗിയാണെന്നൊക്കെ കാണാൻ. ഒരുപാട് കൗതുകം, അതേസമയം ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊണ്ടുപോകുന്നു. അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ കൊണ്ട് നടക്കുകയാണ് കുഞ്ഞിനെ ഈ ഇതില്. അത് ഒട്ടും അവൾക്ക് മടുപ്പില്ലെന്നുള്ളതാണ്. ഭയങ്കര താല്പര്യം. നമുക്ക് ചിലപ്പോൾ തോന്നും ഇത്രയൊക്കെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൊച്ചു പ്രായത്തിലെ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അവരുടെ കളിപ്രായം നഷ്ടപ്പെട്ടു പോകില്ലേ, കളി ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഒരു സംശയം ഞാൻ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കൂട്ടുകാർ വേണം, കളിക്കേണ്ട പ്രായത്തിൽ കളിക്കണം എന്നൊക്കെ പറയും. അടുത്ത് കുട്ടികളില്ല, പക്ഷെ അവൾ സ്കൂളിലെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇത് അവൾക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ കുഞ്ഞിനെ കുറിച്ച് ഇത്രയും പറയാൻ കാരണം ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറയാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കുഞ്ഞിന്റെ ഇന്നത്തെ പ്രോഗ്രാം കേൾക്കണം എന്നൊരു പ്രത്യേക അപേക്ഷ എൻ്റെ വകയായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിന്ന് ജ്ഞാനപ്പാനയും നമ്മുടെ ഏകശ്ലോകഭാഗവതവും ചെല്ലുന്നത് ആരാധ്യ സന്തോഷ് ആണ്. ഇത് പറഞ്ഞ മാതിരി നല്ല ഒരു മിടുക്കി കുട്ടിയാണ്. ക്ലാസ് 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ മറ്റാണ്. ഇപ്പോൾ വളരെ നന്നായിട്ട് ഇടയ്ക്ക് പഠിത്തത്തിൽ സ്വല്പം പുറകോട്ട് വന്നപ്പോൾ അവരുടെ അമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെ 1-2 സബ്ജക്റ്റിൽ സ്വല്പം പുറകോട്ടാണ്. നമുക്ക് കുഴപ്പമില്ല, ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ക്ലാസ് കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് മോളോട് ചില അഡ്വൈസ് ഒക്കെ കൊടുത്തു. മിടുക്കിയായി ഇപ്പോ. അപ്പോ
മാത്സിൽ മാർക്ക് കുറവായിരുന്ന ആള് ഇപ്പോ മാത്സിൽ 100% ആണ്, ക്ലാസ് ടോപ്പാണ്. ഇതൊക്കെ മഠത്തിന്റെ ആ ഒരു മണ്ണിന്റെ പ്രത്യേകത, ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം. കുട്ടികള് ഈ നാമജപത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവരിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് കുട്ടികളെ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ കുട്ടികളെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എൻ്റെ മിടുക്കി കുട്ടിയെ ധൃതി മോളെ ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. സായിരാം മോളി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാന്ത്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि धर्मप्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सता वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुध्यतेऽत्र कृदिभिः शुश्रूषुभिस्तत्क्षणात् निगमकल्पतरोर्गलितं धलं शुकमुगाधमृतद्रवसंयुतं पिबत भागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदु स्तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिल श्रुतिसारमेकम् अध्यात्मदीपमतिदिशतां तमोऽन्धम् संसारिणां करुणयाः पुराणगुह्यम् तं व्याससूनुमुपयामि गुरुं मुनीनां मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुत स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगा ध्यानावस्थितकत्कदेन पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः कोमलं कूजयन्नेनं श्यामलोऽयं कुमारक वेदवेद्यं परं ब्रह्म भासतां पुरतो मम भूतेर्महद्भिर्यगिमा पुरो विभु निर्मायसेते यदमुषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मक सोऽयं गृहीष्ट भगवान् वचांसि मे. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 6-ാം അധ്യായം
93 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങളാണ്. തതോ നമത്തച്ചരണേഷു നാരദ തദാ ശുകാദീനപി താപസാംശ്ച അദപ്രഹൃഷ്ടാ പരിനഷ്ടമോഹാഃ സർവേ യയുപീതകഥാമൃതാസ്തേ ഭക്തിസുധാഭ്യാം സഹരക്ഷിതാസ ശാസ്ത്രേ സഖീയേപി തദാ ശ്രുകേന അतो ഹരർഭാഗവതസ്യ സേവനാത് ചിത്തം സമായാതി വൈഷ്ണവാനാം ദാരിദ്ര്യദുഃഖജ്വരദാഹിതാനാം മായാപിശാചേ പരിമർദിതാനാം സംസാരസിന്ധൗ പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. ശൗനക ഉവാച ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുദർശയേ കഥാ ബ്രാഹ്മയി ചിന്തി മേ സംശയം തിമം. സൂത ഉവാച ആകൃഷ്ണനർകമാതൃംശ വർഷാധികകഥേ കലൗ നവമീതോ നഭസ്യേ ച കഥാരംഭം സുഗോ കരോത്. പരീക്ഷിത് ശ്രവണാന്തേ ച കലാവർഷശതദ്വയേ ശുദ്ധേഷു ച നവമ്യാം ച ധേനു ച കഥയത് കഥാ. തസ്മാദപി കലൗ പ്രാപ്തേ ത്രിംശംഘർഷഗതേ സതി മൂർത്തിരൂർജേസിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണഃ സുതാഃ. ഇത്യേതത്തേ സമാഖ്യാനം യത്പൃഷ്ടാഹം ത്വയാ നഘ കലൗ ഭാഗവതീ വാർത്ത ഭവരോഗവിനാശിനി. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. അനന്തരം നാരദ മഹർഷിയ പാദങ്ങളെ നമസ്കരിച്ച ശേഷം ശുകാദികളെയും താപസന്മാരെയും നമസ്കരിച്ചു. പിന്നീട് അവരെല്ലാവരും കഥാമൃതം പാനം ചെയ്തതിനാൽ സന്തുഷ്ടി തേടി മോഹങ്ങൾ നശിച്ചവരായി തീർന്നു. അമൃതതുല്യമായ ഭാഗവത കഥയ്ക്ക് പാനം ചെയ്ത് അജ്ഞാനം നശിച്ചവരായി തീർന്നു. അഹങ്കാരവും ഇല്ലാതെയായി ആനന്ദചിത്തരായി അവിടെ നിന്നും തിരിച്ചുപോയി. ശ്രീ ശുഗമുനി തന്റെ ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യ സഹിതയായ ഭക്തിയെ നിർബാധമായി ഇരുത്തി സംരക്ഷിച്ചു. അതിനാൽ തന്നെ ഭഗവത് ഭക്തന്മാരുടെ സേവകനായ ഭഗവാൻ വിഷ്ണു ഭക്തന്മാരുടെ ഹൃദയത്തിൽ വിട്ടുപിരിയാതെ വസിക്കുന്നു. ദാരിദ്ര്യം കൊണ്ടും ദുഃഖം കൊണ്ടും രോഗം കൊണ്ടും ക്ലേശിക്കുന്നവരുടെയും മായയാകുന്ന പിശാചിനാൽ വിഷമിക്കുന്നവരുടെയും സംസാര സമുദ്രത്തിൽ വീണ് കിടക്കുന്നവരുടെയും ക്ഷേമം സൗഖ്യം ഭാഗവതത്തിലൂടെ നേടാമെന്ന് ഉറക്കെ പറയുന്നു. ഈ സമയം ശൗനകൻ ചോദിച്ചു, ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് രാജാവിന് എപ്പോഴാണ് ഭാഗവത കഥ പറഞ്ഞുകൊടുത്തത്? വീണ്ടും ഗോകർണൻ ദുന്ദുകാരിക്ക് ഇത് എപ്പോഴാണ് പറഞ്ഞുകൊടുത്തത്? ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ നാരദനായി കൊണ്ട് എപ്പോഴാണ് ഈ കഥ പറഞ്ഞുകൊടുത്തത്? എന്റെ ഈ സംശയത്തെ കൂടി പരിഹരിക്കൂ. അപ്പോൾ സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആരംഭിച്ച കലിയുഗത്തിൽ 30 വർഷം പിന്നിട്ടപ്പോൾ ഒരു കന്നിമാസ ശുക്ലനവമി തിഥിയിൽ ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷത്തിനായി കഥയുടെ ആരംഭം കുറിച്ചു. പരീക്ഷത്തിന്റെ കഥാശ്രവണത്തിനു ശേഷം കലിയിൽ 200 വർഷം കഴിഞ്ഞപ്പോൾ ശുചിമാസം ശുക്ലനവമി തിഥി മുതൽ ഗോകർണൻ ദുന്ദുകാരിക്ക് വേണ്ടി ഭാഗവത കഥ പറഞ്ഞു. കലയിൽ കഥാകഥനത്തിനു ശേഷം വീണ്ടും 30 വർഷം കഴിഞ്ഞപ്പോൾ വൃശ്ചിക മാസം ശുക്ലപക്ഷ നവമി തിഥി മുതൽ ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ശ്രീ നാരദ മഹർഷിക്ക് വേണ്ടി ഭാഗവത കഥ പറഞ്ഞു. അല്ലയോ ശൗനക, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ കലിയുഗത്തിൽ ഭാഗവത കഥ സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്.
ഈ മണ്ഡലകാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്രഭാഷണം പറയുവാൻ അവസരം തന്ന സാമ്യാർ മഠത്തിലെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിന്റെയും പാതാരവിന്ദങ്ങളിൽ ഞാൻ എൻ്റെ പ്രഭാഷണം ഗുരുദക്ഷിണയായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സൂപ്പർ കേട്ടോ, ഇനി വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമുക്ക് ആരാധ്യയുടെ കൂടെ കേട്ട ശേഷം ബാക്കി കുറച്ച് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ആരാധ്യ. സൈറാം സർ. സൈറാം മോളെ. എല്ലാവർക്കും നമസ്കാരം. ഏകശ്ലോക ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂദന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുതാപാലനം ഹേതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ജ്ഞാനപ്പാന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തൂണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേ തൂമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിന്നെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നരി ചത്തുടനൂരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വിളനീലമാക്കിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. അർത്ഥമെത്രേ വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ചത്തുപോൽ നേരം വസ്ത്രം അതുപോലും ഒത്തിട കൊണ്ടു പോവാനൊരുത്തർക്കും
കൂടിയില്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാം. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എനിക്കിങ്ങനെ ഒരു ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിനും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിനക്ക് അവസരം തന്നത് സ്വാമിയാ കേട്ടോ, ശ്രീരാമേന്ദ്ര സ്വാമി ഹനുമാൻ സ്വാമി അവസരം തന്ന കേട്ടോ. നന്നായി കേട്ടോ, വളരെ നന്നായിട്ട് ചൊല്ലി. വളരെ വളരെ നന്നായിരുന്നു കേട്ടോ മോളെ, മിടുക്കിയ. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്, നിങ്ങള് വളരെ ശ്രദ്ധയോടെ എല്ലാവരും ധൃതിമോളിന്റെ വന്ദന ശ്ലോക പാരായണവും മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും എല്ലാം കേട്ടു. വളരെ ഗംഭീരമായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് 1 മാസം തികയുന്നേ ഉള്ളൂ. 1 മാസമായി. വളരെ ചെറുപ്പത്തില് അദ്ദേഹം പെട്ടെന്ന് അവരെ വിട്ടുപോയി. കൽക്കട്ടയിലായിരുന്നു. ഇപ്പോ ധാരാളം നമുക്കിങ്ങനെ മരണങ്ങൾ വളരെ പറഞ്ഞ കാര്യം, പ്രായമാകാതെ കണ്ട് ഉള്ള മരണങ്ങൾ, അസമയത്ത് ഉള്ള മരണങ്ങൾ ധാരാളം സംഭവിക്കുന്നത് പോലെ നമ്മുടെ ധൃതിമോളുടെ അച്ഛൻ ധൃതിമോളെ വിട്ടുപോയി. വളരെ വേദനാജനകമായിട്ടൊരു സംഗതിയാണ്. എങ്ങനെയാണ് ആ കുഞ്ഞിത് പിടിച്ചു നിൽക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും കൂടെയാണ് കുഞ്ഞിനെ എപ്പോഴും സ്വാമിയാർ മഠത്തില് എല്ലാ ആഴ്ചയും അവരെല്ലാവരും ഒന്നിച്ച ഫാമിലി ആയിട്ട് വരാം. അപ്പൊ ഭഗവാൻ ഇത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. ഈശ്വരനെല്ലാം അറിയാമല്ലോ നാളെ എന്ത് സംഭവിക്കുക, എന്തൊക്കെയാണ് ഓരോ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആത്മീയമായിട്ടൊരു ബലമില്ലാതെ ഈ ഒരു അവസരമൊന്നും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആ കുടുംബത്തിന് മുഴുവൻ തണലായി ശ്രീരാമേന്ദ്ര സ്വാമിയും ഹനുമാൻ സ്വാമിയും അവർക്കൊരു ആത്മീയ അറിവ്, നമ്മൾ കാണാൻ പറ്റാത്ത ഒരു ചൈതന്യം അവരെ പരിരക്ഷിച്ചുകൊണ്ട് അവർക്കൊരു സാന്ത്വനമായി അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 3ാമത്തെ ദിവസമാണ് കുഞ്ഞിന്റെ പ്രോഗ്രാം വെച്ചിരുന്നത്. തേർഡ് ഡേ വെച്ചിരുന്നത്. അതിന് ഒരാഴ്ച മുമ്പാണ്, ഒരാഴ്ച പോലും ഇല്ലെന്ന് ഡേറ്റ് കറക്റ്റ് ഓർക്കുന്നില്ല. ആ സമയത്താണ് പെട്ടെന്ന് അച്ഛൻ അവളെ വിട്ടുപോയത്. അപ്പോ തൽക്കാലം അവളെ ആദ്യം അപ്പൊ പറഞ്ഞു എനിക്ക് ചൊല്ലണം എന്തായാലും. നമ്മൾ കുറച്ച് ദിവസം നീക്കി അവസാന ഒരു ദിവസത്തേക്ക് നമ്മൾക്ക് വേറെ പ്രഭാഷണം തരാം എന്നും പറഞ്ഞ് അന്നത്തെ പ്രഭാഷണം ദിക്സക്കാണ് അന്ന് കൊടുത്തത്. പെട്ടെന്ന് മാറ്റി ചെയ്യുകയായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം ജ്ഞാനപ്പാന ചൊല്ലി, ഇല്ലേ മോളൂട്ടി? ജ്ഞാനപ്പാന ചൊല്ലി. ഒരു ദിവസം ജ്ഞാനപ്പാന ചൊല്ലി. അത് കഴിഞ്ഞ് ലാസ്റ്റ് അപ്പോഴേക്കും മോള് കുട്ടിയെ ഒന്ന് സ്റ്റഡി ആവട്ടെ എന്നും പറഞ്ഞാണ് ഈ ഭാഗത്തിലേക്ക് എത്തിച്ചത്. അപ്പോ ഒരു ഈശ്വരന്റെ ഒരു അനുഗ്രഹം വേറൊരു വഴിയിൽ പറയുകയാണെങ്കിൽ, ഒരു 1.5 വർഷം 2 വർഷത്തോളമായിട്ട് അദ്ദേഹം കൽക്കട്ടയിലും ഇവര് അമ്മയുടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ നാട്ടിലോ. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയാണ് കൂടുതലായിട്ട് കുഞ്ഞിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടു നടക്കുന്നതും എല്ലാം. ഇതെല്ലാം ഒരു ഡിവൈൻ പ്ലാനിങ് എവിടുന്നോ വളരെ നേരത്തെ ഉണ്ട്. അതുകൊണ്ട് ആ ഗ്രാവിറ്റി കുറച്ച് കുറയാൻ സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊരു കുറവെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നതെന്ന് എനിക്ക് അറിഞ്ഞു സത്യം പറയാൻ. അപ്പൊ എല്ലാവരും ഒരു പ്രത്യേക അപേക്ഷ വേറൊന്നുമല്ല, എല്ലാവരും
കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാനും ആ മനസ്സാന്നിധ്യം കൈവിടാതിരിക്കാനും അവരുടെ കുടുംബത്തിന് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുവാനും എല്ലാ നല്ല കാര്യങ്ങളും അവിടെ സംഭവിക്കുവാനും നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഏത് സമയവും ഏതിനും നമ്മളെ ആരെയും വിളിക്കാം എന്നുള്ള ഒരു കരുതലും കൂടി നമ്മൾ ഈ സമയത്ത് പറയുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ സലാം. കുഞ്ഞും ആരാധ്യ കുട്ടിയും അവരെ ഏൽപ്പിച്ച ധർമ്മം ഭംഗിയായി നിർവഹിച്ചു. ഭഗവാൻ നിർവഹിപ്പിച്ചു. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടല്ലേ നടക്കുന്നത്. ഇനി ഒരു നാൾ കൂടിയേ ഉള്ളൂ. ഭാഗവത മാഹാത്മ്യം പാടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അത് പ്രവൃത്തിപഥത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, അതിന് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഗുരുവിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഗുരുവിലും ഭഗവാനിലും സമർപ്പണ ബുദ്ധിയോടുകൂടിയ ആത്മവിശ്വാസം ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്, ഗുരുവിനെ പരമേശ്വരനെ പ്രത്യേകം നമസ്കാരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് വേണ്ടത്. അതുപോലെ ക്ഷമയും ആത്മവിശ്വാസവും യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ഉദ്ദേശിച്ചത് പരിപൂർണമായ വിശ്വാസം, ഒരു കളങ്കവുമില്ലാത്ത വിശ്വാസം. ഭഗവാൻ നമ്മെ ഏത് സാഹചര്യത്തിലെങ്കിലും ഏത് സാഹചര്യം വന്നാലും ശരി, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ശരി, എല്ലാ കാര്യങ്ങളിലും നിർവിഘ്നം വിജയകരമായി നടത്തും. അതിനുവേണ്ട സഹായം നമുക്ക് എപ്പോഴും നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ ആരും മടിപിടിച്ചിരിക്കരുത്, ആലസ്യം ഉണ്ടാകരുത്. വിഹിത കർമ്മങ്ങളിൽ, അതായത് നമുക്ക് വിധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉത്സാഹിയായിരിക്കണം. ഇത്ര ഭംഗിയായിട്ടാണ് നിങ്ങളെ ഏൽപ്പിച്ച ആ ഭാഗവത മാഹാത്മ്യവും ഏകശ്ലോകി ഭാഗവതവും ജ്ഞാനപ്പാനയും ഒക്കെ പറയാനും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാനൊക്കെ ഉള്ള ആ ഉത്സാഹം അതെല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥിയാണെങ്കിൽ പ്രാർത്ഥനയും പഠനവും സേവനവും അവന്റെ വിഹിത ധർമ്മങ്ങളാണ്. അതിന് യാതൊരു മുടക്കവും വരുത്തരുത്. യാതൊരു കാരണവശാലും അതുപോലെ തന്നെ ദുസ്സംഗത്തിൽ പെട്ടുപോകരുത്. നാനാവിധമായിട്ടുള്ള പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റും പ്രേരിപ്പിക്കാനുണ്ടാവും. അതിലൊന്നും വീണു പോകരുത്. പ്രത്യേക ശ്രദ്ധ വേണം. ഒരു ജന്മം രക്ഷപ്പെടുന്നത് സത്സംഗം കൊണ്ടാണ്. പവിത്രമായ ശ്രേഷ്ഠമായ മനുഷ്യജന്മമാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളത് ചോദിച്ചു മേടിച്ചതല്ല. ശങ്കരാചാര്യ സ്വാമികള് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാൻ ഭഗവത്ഗീതയിലും ഉറപ്പു തരുന്നു. അല്ലയോ കുന്തികുമാര, എന്റെ ഭക്തന്മാർക്ക് ഒരു കാലത്തും നാശമുണ്ടാകില്ലെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുക. ആരാണ് നിർദ്ദേശിക്കുന്നത്? ഭഗവാൻ. മഹാത്മ്യം പറഞ്ഞു നിർത്തിയത് ഈ ചില ഭഗവാന്റെ ശപഥങ്ങളോടുകൂടി തന്നെയാണ്. എല്ലാ മേഖലയിലും ഭക്തന്മാരെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ പ്രതിജ്ഞാബദ്ധമാണ്.
ഒരിക്കലും മറക്കരുത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രുതിമോൾ ഇവിടെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്തതും പ്രഭാഷണം നടത്തിയതൊക്കെ. ഭഗവാൻ സംരക്ഷിക്കുമെന്നേ. അതിനുള്ള എല്ലാ വഴികളും ഭഗവാൻ ഒരുക്കി തന്നോളും. യാതൊരു കാരണവശാലും നിരാശപ്പെടുക ഒന്നും ചെയ്യരുത്. ഈ ഉറപ്പ് രാമായണത്തിൽ നമുക്ക് ദർശിക്കാം. എന്നെ ആശ്രയിക്കുന്നവന് അഭയം നൽകുന്നത് എൻ്റെ വ്രതമാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ പാഴ്വാക്കുകളൊക്കെ ആയിപ്പോകും. ഇത് ശ്രീ ഗുരുവായൂരപ്പനും ശ്രീരാമചന്ദ്ര സ്വാമികളുമാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. യാതൊന്നും കൊണ്ടും പേടിക്കരുത്. എന്തെല്ലാം സംഭവിച്ചാലും ശരി, ഭഗവാൻ നോക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അതൊരിക്കലും മറക്കരുത്. നമ്മൾ നന്ദിയോടുകൂടി ഭഗവത് സ്മരണയോടുകൂടി കഴിയണം. അതുകൊണ്ട് ജ്ഞാനപ്പാനയിലൂടെ ആരാധ്യ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്റെ കാരുണ്യം കൊണ്ട് തിരുനാമങ്ങൾ എപ്പോഴും ജപിക്കാൻ കഴിവ് തരട്ടെ. അതല്ലേ അടിവരയിട്ട് തുടങ്ങി വെച്ചത്. ഈ ജന്മം സഫലമാക്കുവാൻ ഗുരുവിൻ്റെ എന്താ പറയുക, അനുഗ്രഹം വേണം. ഗുരു ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വേദാചാര്യനായ ഗുരുനാഥനായ ശ്രീ പരമേശ്വരൻ സാറിൻ്റെയും ജന്മം നൽകിയ കാണപ്പെട്ട ദൈവങ്ങളാണ് അച്ഛനും അമ്മയും, മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ. എന്തെല്ലാം സംഭവിച്ചാലും അവരത് പാദങ്ങളിൽ നമസ്കരിക്കാനായിട്ട് മറക്കരുത്. നന്ദിയോടുകൂടി നമസ്കരിക്കണം. ഈ സന്ദർഭത്തിൽ ഞാനും ഇവരുടെയൊക്കെ പാദങ്ങളിലെ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കും. യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും നമസ്കാരം. ധൃതിക്കുട്ടി ആദ്യമായിട്ടായിരിക്കും ഈ 40 ദിവസത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാ വന്ദന ശ്ലോകങ്ങളും കടുകട്ടിയായിട്ടുള്ള എല്ലാ വന്ദന ശ്ലോകങ്ങളും, അതുപോലെ തന്നെ ഭാഗവത മഹാത്മ്യം 6-ാം അധ്യായത്തിലെ ഏതാണ്ട് 10ഓളം ശ്ലോകങ്ങളും എല്ലാം ധൃതിക്കുട്ടി ബൈഹാർട്ട് പഠിച്ച് കണ്ണടച്ചുകൊണ്ടാണ് ചൊല്ലിയത്. ഇത് അത്യത്ഭുതം തന്നെ എന്ന് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. ഇത് ഭഗവാന്റെ ലീല തന്നെയാണ്. ഇത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഭഗവാൻ തന്നെയാണത്, സംശയമില്ല. എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് അറിയില്ല. ആ കണ്ണടച്ചുകൊണ്ടിരുന്ന് ചൊല്ലുന്നത് കേട്ടുകൊണ്ട് എല്ലാവരും തന്നെ ഈ അനുഭവം വളരെ വളരെ വ്യത്യസ്തമായൊരു അനുഭവം. ഇന്ന് 40-ാം ദിവസം മറ്റെല്ലാ കുട്ടികളും നന്നായി ചൊല്ലുന്നു. പക്ഷേ ഇന്ന് ധൃതി തീർച്ചയായിട്ടും എല്ലാവരെക്കാളും ഒരു തരത്തിലും പറയാതിരിക്കാൻ വയ്യ. വളരെ വ്യത്യസ്തമായൊരു പെർഫോമൻസ്. അത് എത്ര ഭംഗിയാണ്. ഒരു ചെറിയ സംശയമോ ഒരു എവിടെയെങ്കിലും ഒരു ഇതോ അങ്ങനൊന്നും ഇല്ലാതെ ഒരക്ഷരം പോലും തെറ്റാണ്ട് വളരെ ഭംഗിയായി നന്നായി ചൊല്ലിവിട്ട. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, 1000 അഭിനന്ദനങ്ങൾ. കാലിൽ ശരിക്കും വീണ് നമസ്കരിക്കാനും തോന്നുന്നു. ഒപ്പം തന്നെ മധുചേട്ടൻ പറയുന്നത് പോലെ പാദപ്രണാമങ്ങൾ. ആൻഡ് പരമേശ്വരൻ സാറ് പറഞ്ഞ കാര്യം കേട്ടു. മോള് ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. ഭഗവാൻ കൂടെ ഉണ്ട്. മധുമുത്തശ്ശൻ പറഞ്ഞ പോലെ ശ്രീരാമചന്ദ്രസ്വാമി കൂടെ ഉണ്ട്.
അതിൻ്റെയൊക്കെ പിന്നാലെ ഞങ്ങളും അദ്ദേഹത്തിന്റെ ദാസന്മാരെ ഞങ്ങൾ എന്തിനാണെങ്കിലും കൂടെ ഉണ്ടാവും. അതും പറയാം. പക്ഷെ ഭഗവാനാണ് കുഞ്ഞിനെ കൂടെ കൊണ്ട് നടത്തുന്നത്. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. എല്ലാം ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ നിശ്ചയം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. സമാധാനമായിട്ടിരിക്കുക. ഓക്കെ. ആ പിന്നെ താങ്ക് യു. ആരാധ്യ. ആരാധ്യ ഇന്നും വളരെ മനോഹരമായൊരു പെർഫോമൻസ്. ഞാനപ്പാന വളരെ പ്രശാന്തമായ രീതിയിൽ ഒരു ഇതും ഇല്ലാണ്ട് എത്ര കൂളായി നല്ല ഈണത്തിൽ വളരെ സ്മൂത്ത് സെയിലിംഗ് എന്ന് പറയുന്നത് ആ രീതിയിൽ ആ ഫ്ലോ ഉണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ആൻഡ് വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ വളരെ ഭംഗിയായി പറഞ്ഞു. അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റ്സ്. രണ്ടുപേർക്കും എല്ലാം ഭഗവാൻ നല്ലത് വരുത്തട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനങ്ങൾ. നമസ്തേ. നമസ്കാരം സർ. ഒറ്റ മിനിറ്റ്. നാളെ ഒരു മിനിറ്റ് സന്ധ്യ മാഡം. നാളെ നമ്പൂതിരി സാറ് സമാപന സമ്മേളനത്തിന് നാളെ സന്ദേശം തരുന്നുണ്ട്. കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നാളെ തൃശ്ശൂര് ഒരു പ്രോഗ്രാമിലാണ് രാവിലെ. അത് കഴിഞ്ഞ് സാറെത്തും. വൈകുന്നേരം എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുന്നേ നേരത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. നാളെ നമ്പൂതിരി സാറിന്റെ സമാപന സന്ദേശമുണ്ട്. എല്ലാവരും തന്നെ ഹാജരായിരിക്കണം. മാക്സിമം ആൾക്കാർ എല്ലാവരും നാളെ കയറണം. കൂടെയുള്ളവരോടൊക്കെ പറയണം. യെസ് മാഡം, പറഞ്ഞോളൂ. നമസ്കാരം സർ. സായിറാം. ആദ്യം ധൃതി മോളുടെ കാര്യം പറയട്ടെ. ധൃതി മോളെ സൂപ്പർ ആയിരുന്നു മോളെ, നന്നായിട്ട് ചൊല്ലി മോള്. പിന്നെന്താ പറയണ്ടേ, ഭഗവത്ഗീത സാറ് മോളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ റിലേറ്റ് ചെയ്തു. ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഗീതയില് സമദുഃഖ സുഖക്ഷമി എന്ന്. അതാണ് മോൾക്ക് ഈ ചെറിയ പ്രായത്തില് ഇങ്ങനെ ഒരു ജ്ഞാനം ആ ഭഗവാൻ ഇങ്ങനെ കൊടുത്തിരിക്കുക. ബ്ലെസ്ഡ് ആണ് കുഞ്ഞ്. മോള് അത്ര ഭംഗിയായിട്ടാണ് സുരേൻ സാറ് പറഞ്ഞ പോലെ എത്രയും ശ്ലോകങ്ങൾ ഇങ്ങനെ കടുകട്ടിയായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട്, അത്ര സിമ്പിളായിട്ടാ മോള് ചൊല്ലിയത്. അതുപോലെ പ്രഭാഷണം പറഞ്ഞതും ഗംഭീരായിരുന്നു. ശ്രീരാമചന്ദ്രസ്വാമി കൂടെയുണ്ട്. എവിടെ ശ്രീരാമചന്ദ്രസ്വാമി ഉണ്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ ഹനുമാൻ സ്വാമി ഉണ്ട്. ദൈവങ്ങൾ മോളുടെ ഒപ്പം ഉണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പിന്നെ ആരാധ്യ മോൾ നന്നായിട്ട് ഭംഗിയായിട്ട് ചൊല്ലി. ഈണത്തില് നല്ലൊരു സ്മൈലിംഗ് ഫേസ്, നന്നായിരുന്നു രണ്ട് കുട്ടികളുടെയും. പിന്നെ സാറേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നാളത്തെ പ്രോഗ്രാമില് എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് അതാണ് സങ്കടം. എൻ്റെ തൊട്ട് മുമ്പിലത്തെ വീട്ടിലെ കുട്ടിയുടെ കല്യാണമാണ്. അപ്പൊ നാളെ കല്യാണ തലേന്ന് ഞങ്ങൾ എല്ലാവരും അവിടെ ഹാളിലായിരിക്കും. അപ്പോ ഞാനത് നാളെ മിസ് ചെയ്യും. സാറിന്റെ സെഷനും എല്ലാം മിസ് ചെയ്യും. എല്ലാ ഭാവങ്ങളും നേരുന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും. അതുപോലെ സാറിന്റെ വലിയൊരു പ്രണാമം ആ കുഞ്ഞുങ്ങൾക്കും അവരുടെ പേരൻസിനും പിന്നെ സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുജനങ്ങൾക്കും വലിയൊരു പ്രണാമം. താങ്ക് യു സർ. സായിറാം. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മോളെ വളരെ നന്നായി, ഒന്നും പറയാനില്ല. ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ എന്താ പറയാ, മോള് വലിയ ആളായിട്ട് മാറും, അത് സംശയമൊന്നുമില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം എന്ത് ശ്ലോകമാണേലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല അസലായിട്ട് ചൊല്ലുന്ന കുട്ടിയാണ്. ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാകും, അത് സംശയമില്ല. പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും ജീവിതത്തില് നമുക്ക് വലിയ കാര്യമൊന്നും പറയാനില്ല. മോള് കുഞ്ഞാ, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും, അത്രേ ഉള്ളൂ. ഭഗവാൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ എപ്പോഴും നോക്കും. ആ ഒരു വിശ്വാസം മോക്കുണ്ട്. അത് മോള് മിടിക്കുകയാണ്. മോള് വലിയ ആളായിട്ട് മാറും, അതിനൊരു സംശയവും ഇല്ല. ഗുരുവായൂരപ്പൻ എപ്പോഴും അനുഗ്രഹിക്കട്ടെ, മോളുടെ കൂടെ കയ്യെ പിടിച്ച് നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന. പിന്നെ മോളെ ജ്ഞാനപ്പാന വളരെ നന്നായി ചൊല്ലി കേട്ടോ, നന്നായി. എല്ലാ ദിവസവും ഞങ്ങൾ ഇത്രയും നാൾ, ഇന്നലെ എനിക്ക് മിസ് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു പിന്നെ നാളെ ഇരുന്ന് സമയം കിട്ടുമ്പോൾ വേണം അതൊന്ന് എടുത്ത് നോക്കാന്. ഇന്നുകൊണ്ട് മിസ്സാകാതെ നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഓടി വരികയായിരുന്നു. നന്നായി. ഇത്രയും നാള് നമ്മളെയൊക്കെ ഇത്രയും മനസ്സിന് സന്തോഷം നല്ല ഒരു നിമിഷങ്ങളായിരുന്നു ഇത്രയും ദിവസവും. അതിന് സ്വാമിയാർ മഠത്തിലെ എല്ലാവരോടും നമസ്കാരം പറയണം.
മധുചേട്ടനെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന മധുചേട്ടനോടും എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന വിശ്വനാഥ് സാറിനോടും ഇതൊക്കെ നടത്തുന്ന പരമേശ്വരൻ സാറിനോടും സോമൻ സാറിനോടും ഒക്കെ എങ്ങനെയാ നമ്മളെ ഒക്കെ ഗുരുവായൂരപ്പൻ അവരുടെ കൂടെ. അതാണ് അവരൊക്കെ ഗുരുവായൂരപ്പൻ എപ്പോഴും ഗുരുവിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തും. അങ്ങനെയാണ്. ഇപ്പൊ മഞ്ഞ പട്ടുടുത്തോ തലയിൽ പൈൽപ്പിലിയൊക്കെ വെച്ച ഗുരുവായൂരപ്പൻ വരാൻ പോകുന്നില്ല നമ്മുടെ മുന്നിൽ. അതൊക്കെ നമുക്ക് ധ്യാനിക്കാൻ ഒരു രൂപം തന്നിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെയാണ് ഗുരുവായൂരപ്പന്റെ ആ ഒരു റെപ്രസെന്റ് ചെയ്ത് നമ്മളെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനെ നിങ്ങളൊക്കെ യോഗം ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാനും കേൾക്കാനും ഒക്കെ. അതിന് നിങ്ങളുടെ അച്ഛനമ്മമാര് എല്ലാവരോടും ഒരു വലിയൊരു ഒരു ഇതാ പറയുന്നത്. നാളെ ഇപ്പോ സമാപന ചടങ്ങാണ്. നമുക്കപ്പൊ അത്രയും സംസാരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കുട്ടികൾക്കും എന്താ പറയണ്ട, ഒരു പാദ നമസ്കാരം നീട്ടി നമുക്കൊക്കെ തോന്നും. എനിക്കിപ്പോ ഓർമ്മ വന്ന ഉദ്ധവര് ഗോപികളുടെ അടുത്തോട്ട് പോയിട്ട് വന്ന പോലെയാണ്. ഉദ്ധവരെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കൃഷ്ണന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. പുള്ളിക്ക് ഒരു ഇച്ചിരി വിചാരം ഉണ്ടായിരുന്നു, ഞാൻ ഏറ്റവും വലിയ ഭക്തൻ എന്ന്. ഒരു ഇച്ചിരി ഒരു കടുക് പോലെ. പക്ഷെ ഒരു പഠിപ്പും ഇല്ലാത്ത ജ്ഞാനം ഒന്നും ഇല്ലാത്ത ഗോപികളുടെ ഭക്തി കണ്ടിട്ട് വന്നപ്പോഴേ അദ്ദേഹം ആ വൃന്ദാവനത്തിലോട്ട് നീട്ടി നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഗോപികളുടെ പാദത്തിലെ പൊടിയാകാൻ പറ്റിയിരുന്ന എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായേനെന്ന്. ആ ഗോപികളുടെ പാദത്തിൽ നിന്നുള്ള പൊടി എന്റെ തലയിലോട്ട് വീണാൽ മതി എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ 41 ദിവസം ജപിച്ച എല്ലാ കുട്ടികളുടെയും പാദത്തിലെ ഒരു പൊടി ആ എങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലും മനസ്സിലും എപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് വീഴാനായിട്ട് വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെല്ലാവരും നന്നായി വരട്ടെ. ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ നന്നായി. സാറിന്റെ പാദങ്ങളിൽ പ്രത്യേക നമസ്കാരം. ഗുരുവായൂരപ്പന് ഇതുപോലെ നിറയെ കാര്യങ്ങൾ ചെയ്യിക്കട്ടെ. കൃഷ്ണ. ഹരേ കൃഷ്ണ. സായിറാം സായിറാം. എല്ലാവരും നല്ല ആശംസകൾ പറഞ്ഞു കഴിഞ്ഞു. എന്താ കൂടുതൽ പറയാനുള്ളത്? ധൃതി മോളെ, ധീ എന്നുള്ളത് പറഞ്ഞാൽ ബുദ്ധിയാണ്. ധൃതി എന്ന് പറഞ്ഞാൽ അതിനെ ധരിക്കുന്നു എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് അവിടെ ഞങ്ങള് സാറ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരിന് ആപ്റ്റായിട്ടുള്ള ഒരു പേരാണ് അല്ല മോൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ബുദ്ധിപൂർവമായിട്ട് എന്നും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലായിരുന്നു മോളുടെ പാരായണവും പറയുന്ന മാതിരി ഇത്രയും കാണാതെ പഠിച്ച് ചെല്ലുക എന്നുള്ളത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്, അല്ലാതെ പറ്റത്തില്ല. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെല്ലാം മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അത് മോൾക്ക് നല്ലപോലെ ഉണ്ട്. ധൈര്യമായിട്ട് മോള് ഈ ധൃതി എന്നുള്ള പേരോടുകൂടി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റേ മോളുടെ ജ്ഞാനപ്പാന വളരെ നന്നായിരുന്നു. മോള് വളരെ നന്നായിരുന്നു. നല്ല സ്വീറ്റ് വോയിസ് ആണ്. നല്ല ഈണത്തിൽ നല്ല പോലെ ചൊല്ലിയായിരുന്നു. വളരെ നന്നായിരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോ നാളെ തീരുന്നുള്ളൂ എന്നുള്ളൊരു വിഷമമാണ് കൂടുതൽ. ഏതായാലും ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുക്കന്മാരോടും എല്ലാവരോടും സ്വാമിയാരോടത്തിലെ എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ശരി നിർത്തുന്നു. എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ടായി. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമസ്കാരം. താങ്ക് യു. മോളെ നന്നായിരുന്നു. മോളുടെ പാരായണവും പ്രഭാഷണവും. അതുപോലെ ആരാധ്യ ജ്ഞാനപ്പാന പാരായണത്തിലൂടെ ഞങ്ങളുടെയൊക്കെ ആരാധ്യമായിട്ട് തന്നെ തീർന്ന ആരാധ്യക്ക് പ്രത്യേക അഭിനന്ദനം. പരമേശ്വരൻ സാറിന് കോടിപ്രണാമം. ഇനിയും നമുക്ക് അടുത്ത വർഷവും ഇതുപോലെയൊക്കെ പുതിയ പുതിയ പരിപാടികൾ നടത്താനായിട്ട് ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും അനുഗ്രഹിക്കട്ടെ. സായിറാം. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ നമ്മുടെ സമാപന ദിവസമാണ്. വിശ്വനാഥ നമ്പൂതിരി സാർ നാളെ ഒരു സമാപന സന്ദേശം നാളെ തരും. നമ്മളെ വളരെ ഭാഗ്യമാണ്. തുടക്കത്തിൽ സാറ് തുടങ്ങി വെച്ചാൽ അത് ഭംഗിയാവുന്നുള്ളൊരു സംശയമില്ല. അതേമാതിരി സമാപനത്തിൽ സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ മുത്തുകളായിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യം. സാറിന്റെ കയ്യിൽ നിന്ന്
എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാൻ കൊതിച്ചിരിക്കുകയാണ് നമുക്ക് എപ്പോഴും. നാളെ സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ 101-ാമത്തെ ശ്ലോകം മുതൽ 106-ാമത്തെ ശ്ലോകം വരെയാണ് പാരായണത്തിന് വെച്ചിരിക്കുന്നത്. നരസിംഹ ശർമ്മ എന്ന് പറഞ്ഞൊരു കുഞ്ഞാണ് നാളെ അത് ചൊല്ലുന്നതും അതിന്റെ പ്രഭാഷണം നടത്തുന്നതും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും വന്ദന ശ്ലോകം ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അപ്പോ ഇതിന്റെ അവസാനവും വന്ദന ശ്ലോകം ചൊല്ലി തന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോ നാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജ്ഞാനപ്പാന ചൊല്ലുന്നുണ്ട്, ഏകശ്ലോകഭാഗവതവും ഋഷികേശ് പ്രസാദ് ചൊല്ലുന്നുണ്ട്. അതുകൂടാതെ ഒരു കുഞ്ഞ് ഗസ്റ്റ് കൂടെ ഉണ്ട് നാളെ. അതൊരു സസ്പെൻസിലിരിക്കട്ടെ, നാളെ പറയാം. ആദിദേവ് എന്ന പയ്യനാണ് ധ്യാന ശ്ലോകം അവസാനം വീണ്ടും അത് തുടങ്ങിയതിൽ തന്നെ അവസാനിപ്പിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ അവനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ നാളത്തെ എല്ലാ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കുക, എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുക, വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും നമുക്ക് ഭാഗവതം തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരം ഭഗവാൻ ഒരുക്കട്ടെ എന്ന് പ്രത്യേക ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിന് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ കൊണ്ടും ഭാഗവതം കുറേശ്ശെ ആയിട്ട് ഇതേപോലെ ചെല്ലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും അനുഗ്രഹിക്കുക. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. സായിറാം സർ. സായിറാം. 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 സായിറാം സർ. സായിറാം. സായിറാം.